ഏഷ്യ ലൈവ് ടിവിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പാദങ്ങൾ എങ്ങനെ സംരക്ഷിക്കാം എന്ന് നോക്കാം. ഒരാളെ കാണുമ്പോൾ നമ്മുടെ മുഖം ശ്രദ്ധിക്കുന്ന പോലെ തന്നെ നമ്മുടെ കാലുകളും നമ്മളെല്ലാവരും ശ്രദ്ധിക്കപ്പെടും. കാരണം നമ്മളെ അളക്കുന്നത് ആ പാദം കാണുമ്പോഴാണ്. കാരണം പാദത്തിൻ്റെ വൃത്തി അനുസരിച്ചാണ് നമ്മുടെ വൃത്തി അളക്കുന്നത്. അപ്പോൾ നമ്മൾ മുഖം സംരക്ഷിക്കുന്ന പോലെ തന്നെ നമ്മുടെ കാലുകളും സംരക്ഷിക്കണം. പക്ഷേ ഒരുപാട് പ്രശ്നമുള്ള കാര്യങ്ങളാണ്. കാരണം നമ്മളിപ്പോൾ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിലും ക്ലൈമറ്റ് മാറുന്നതനുസരിച്ച് നമ്മുടെ കാലുകൾ എളുപ്പം വെടിച്ച് കീറാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കിടക്കുന്നതിന് മുമ്പേ, അത് എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞില്ലെങ്കിൽ തന്നെയും എല്ലാവർക്കും അറിയാം, കിടക്കുന്നതിന് മുമ്പേ എന്തെങ്കിലും ഒരു ക്രീം നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം നമ്മളൊരു ഫുഡ് സ്ക്രേപ്പറൊക്കെ നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കണം. അതൊക്കെ നമുക്കിത് വേണ്ട ഒരു കാര്യമാണ്. കാരണം കുറച്ച് ഡ്രൈ ആകുമ്പോഴാണ് അത് ഇങ്ങനെ വെടിച്ച് കീറുന്നത്. പിന്നെ ക്ലൈമറ്റ് ചേഞ്ചിലുണ്ടാകുന്ന വ്യത്യാസം നമ്മൾ ഒരുപാട് നടക്കുന്നു, നമ്മൾ ഉപയോഗിക്കുന്ന ഷൂസിൻ്റെ അല്ലെങ്കിൽ ഒരു ചെരുപ്പിൻ്റെ കൊണ്ടുണ്ടാകാം. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമുക്ക് ആ വെടിച്ച് കീറുന്നത് അതൊരു വലിയ വൃത്തികേട്. കാരണം ചിലവർക്ക് അത് വെടിച്ച് കീറി കഴിഞ്ഞാൽ പെട്ടെന്ന് അഴുക്ക് കയറി പിടിക്കാനുള്ള അത് കാണുമ്പോൾ നമുക്ക് വളരെ വളരെ വൃത്തികേടായിട്ട് നമുക്ക് തോന്നും. അപ്പം നമ്മളൊരു മുഖം ശ്രദ്ധിക്കുന്ന പോലെ പൂ പോലെ തന്നെ വേണം കാലുകളും വെച്ചുകൊണ്ടിരിക്കാൻ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കിടക്കുന്നതിന് മുമ്പേ ഏതെങ്കിലും ഒരു ക്രീം വെച്ച് നന്നായിട്ട് ഫുഡ് സ്ക്രേപ്പർ വെച്ച് അല്ലെങ്കിൽ സോപ്പിട്ട് നന്നായിട്ട് കാലിൻ്റെ വിരലുകളെല്ലാം കഴുകിയ ശേഷം നമ്മളൊരു ക്രീം വെച്ച് മസാജ് ചെയ്യുന്നത് നല്ലത് തന്നെ. കിടക്കുന്നതിന് മുമ്പ് ഒരു ക്രീം വെച്ച് മസാജ് ചെയ്യുന്നത് നമ്മൾ നോക്കണം. അതുപോലെ ഒരുപാട് ടാനാണ്, ചെരുപ്പിട്ടുണ്ടാകുന്ന ടാന് അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ അതിൻ്റെ ആ വള്ളി പോകുന്ന ഭാഗങ്ങളെല്ലാം വെളുത്തിരിക്കും, ബാക്കി കറുത്തിരിക്കും. ടാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളതൊക്കെ ആപ്പിൾ സിഡാർ വിനാഗിരി, അത് കേട്ട് അതിശയിക്കേണ്ട, എല്ലാവർക്കും അറിയാവുന്നതാണ്, എല്ലാ സ്ഥലങ്ങളിലും കിട്ടുന്നതാണ് ആപ്പിൾ സിഡാർ വിനാഗിരി. അത് ആ വിനാഗിരിയുടെ കൂടെ കുറച്ച് കടലമാവ്, കുറച്ചൊരു ഓറഞ്ച് ജ്യൂസ് അല്ലെങ്കിൽ തേന്, ഏതാണ് നിങ്ങൾക്ക് സൗകര്യമായിട്ട് കിട്ടുന്നത്. തേനും നമ്മൾ എപ്പോഴും വീട്ടിൽ കരുതേണ്ട കാര്യങ്ങളാണ്. കാരണം തേന് നമുക്കൊരു പൊള്ളലേറ്റ തേൻ വേണം. അതുകൊണ്ട് തേൻ കുറച്ചൊരു ചെറിയ കുപ്പി എപ്പോഴും കരുതണം. അപ്പോൾ ആപ്പിൾ സിഡാർ വിനാഗിരി, കുറച്ച് കടലമാവും തേനും കൂടെ മിക്സ് ചെയ്ത് ഈ കാലിൻ്റെ പാദത്തിൽ നമ്മൾ ഒന്ന് പാക്ക് പോലെ ഇടുക. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് അതിനെ നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുക. ഈ പാക്ക് ഇടുന്നതിന് മുമ്പേ നമുക്ക് എന്തെങ്കിലും ഒരു സ്ക്രബ് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതിന് ഒരിച്ചിരി കല്ലുപ്പ് അല്ലെങ്കിൽ അരിപ്പൊടി, ഇതെല്ലാം കൂടെ, ഓട്സ് പൊടിച്ചത്, ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ട് നമ്മളൊരു കുറച്ച് നനവ് കിട്ടാൻ വേണ്ടി വേണമെങ്കിൽ കുറച്ച് പാല് ചേർക്കാം. ആ പാലിൻ്റെ അപ്പം കല്ലുപ്പ് ഉപയോഗിക്കാം, ഓട്സ് ഉപയോഗിക്കാം, തരിയുള്ള എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ കയ്യിൽ, അല്ലെ അരിപ്പൊടി, അതൊക്കെ ഉപയോഗിച്ച് ഒന്ന് മസാജ് ചെയ്ത ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക. അപ്പം തന്നെ നമ്മുടെ ഒരു ലെയർ ഡെഡ് സ്കിന്നൊക്കെ അങ്ങ് മാറിക്കിട്ടും. അതിന് ശേഷം വേണേൽ ഒരു ഫുഡ് സ്ക്രേപ്പർ വല്ലതും വെച്ച് നമ്മൾ വെള്ളത്തിൽ വല്ലതും കാല് വെച്ച്, അതൊക്കെ അറിയാം. പെഡിക്യൂറൊക്കെ ഇപ്പം എല്ലാവരും എല്ലായിടത്തും പോയി പാർലറിലൊക്കെ പോയി ചെയ്യുന്നതാണ്. പെഡിക്യൂർ ചെയ്യുന്ന പോലെ ഒരു വെള്ളത്തിൽ താത്തി വെച്ചിട്ട് ഇതുപോലെ ഇട്ട് ഒന്ന് മസാജ് ചെയ്ത് ഒന്ന് ഫുഡ് സ്ക്രേപ്പർ വെച്ചൊന്നൊക്കെ പിടിച്ചിട്ട് നമ്മളിതൊരു പാക്ക് പോലെ ഇടുന്നത് നല്ലതാണ്. അതുപോലെ നെയിൽസ് ഒരുപാട് ഡാമേജ് വരുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നെയിൽസ് ആണെങ്കിൽ അതെന്ന് പറഞ്ഞാൽ നമ്മൾ ത്രൂ ഔട്ട് ഇങ്ങനെ നെയിൽ പോളിഷ് ഇടുന്നത് അത് ശരിക്കും അതിൻ്റെ ഒരു ലെയർ പോകാനും അത് ഡെഡാകാനും കാരണമാണ്. അപ്പം നമ്മൾ ഒരു നെയിൽ പോളിഷ് ഇട്ട് ഒരാഴ്ച പോയി കഴിഞ്ഞാൽ അതിനെ ഒരു ദിവസമെങ്കിലും റിമൂവ് ചെയ്ത് വെക്കണം. ഈ റിമൂവ് ചെയ്ത ശേഷം വെളിച്ചെണ്ണ വെച്ച് ആ നഖങ്ങളൊന്ന് നമ്മളൊന്ന് മസാജ് ചെയ്ത് വിടുന്നത് നല്ലതാണ്. വെളിച്ചെണ്ണ എല്ലാത്തിനും നല്ലതാണ്. അപ്പോൾ കൊണ്ട് വെളിച്ചെണ്ണയും അത് നമുക്ക് പറയേണ്ട കാര്യമില്ല, നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളതാണ്. ആ വെളിച്ചെണ്ണ വെച്ച് നെയിൽസ് ഒന്ന് തടവുക. പിന്നെ നാരങ്ങയുടെ തോട് വെച്ചൊന്ന് മസാജ് ചെയ്യുക. ഇതൊക്കെ നമ്മുടെ നെയിൽസ് നേരെയാക്കാൻ സാധിക്കും. അതുപോലെ നെയിൽസ് കട്ട് ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. കാരണം ഓവൽ ഷേപ്പ് വരുമ്പോൾ അഴുക്ക് കൂടുതൽ വന്ന് അടിയാനുള്ള സാധ്യത കൂടുതൽ. നമ്മളിപ്പോൾ കൂടുതൽ വെള്ളത്തിൽ നിൽക്കുന്നവരാണെങ്കിൽ വളരെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഈ ഒരുപാട് വെള്ളത്തിൽ നമ്മൾ ഇറങ്ങി നിന്നുള്ള ജോലി അങ്ങനെ എന്തെങ്കിലും നമ്മൾ ചെയ്യുകയാണ്, അല്ലെങ്കിൽ വാഷിംഗ് സമയത്ത് അങ്ങനെയൊക്കെ ആണെങ്കിലും തിരിച്ചു വന്ന ഉടനെ എന്തെങ്കിലും ഒരിച്ചിരി വിനാഗിരി ഒഴിച്ച്, അല്ലെങ്കിൽ ആപ്പിൾ സിഡാർ വിനാഗിരി ആയാലും മതി, അല്ലെങ്കിൽ വെറും വിനാഗിരി ആയാലും മതി, അത് വെച്ച് ഒന്ന് മസാജ് ചെയ്ത് വിടുകയും എന്നിട്ടൊരു ക്രീം വെച്ച് മസാജ് ചെയ്യുന്നത് നല്ല. കാരണം ഒരുപാട് ഡ്രൈ ആകാതെ ഇരിക്കും. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ഈ ക്രീം ഉപയോഗിച്ച് നമുക്കും കാലിൽ ക്രീം ഇട്ട് തന്നെ നമ്മൾ പുറത്ത് പോകണം. പിന്നെ ചിലവർക്കുണ്ട് ഒരുപാട് വിയർക്കുന്നതായിട്ട് കാണാം.
ആ വിയർക്കുന്നവർ ഇപ്പോൾ ഷൂസ് ചെരുപ്പിടുന്നതിനും പുറത്ത് പോകുന്നതിനും നമുക്ക് ടാൽക്കം പൗഡർ യൂസ് ചെയ്താൽ ടാൽക്കം പൗഡർ ഇട്ട് നമ്മൾ സാധാരണ മുഖത്തിടുന്ന പൗഡർ അത് കാലിലിട്ടിട്ട് നമ്മൾ അതിനെ ഒന്ന് കവറപ്പ് ചെയ്ത് ഒന്ന് എന്നിട്ട് നമ്മൾ പുറത്ത് പോവുകയാണെങ്കിൽ ആ വിയർക്കുന്ന ഒരു ഹാബിറ്റ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ ക്രീം ഇട്ട് ഷൂസാണ് ഇടുന്നെങ്കിൽ ക്രീം യൂസ് ചെയ്യാം. അതല്ലാതെ ക്രീം നേരത്തെ ഇട്ട് വെക്കണം. കാരണം എന്ന് വെച്ചാൽ അതൊന്ന് പിടിച്ച് വന്ന് കഴിയുമ്പോൾ, അല്ലെങ്കിൽ എന്താണെന്നറിയാം, നമ്മൾ ക്രീം ഇട്ട് പുറത്ത് ഉടനെ പോയി കഴിയുമ്പോൾ അഴുക്ക് കയറി പിടിക്കും. അതും നമ്മുടെ കാലൊരു കാര്യം വൃത്തികേടായിട്ടിരിക്കാൻ സാധിക്കും. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ. അതുപോലെ ഈ ക്രാക്ക് വന്ന് പൊട്ടുന്നവരുണ്ട്, അതിനകത്ത് ഇച്ചിരി മൈലാഞ്ചി അരച്ച് ഉപ്പുറ്റിയിൽ ഇടുന്നത് ഇച്ചിരി കളർ ചേഞ്ച് കുറച്ച് ദിവസം കാണുമെങ്കിലും മൈലാഞ്ചി അരച്ച് ഉപ്പുറ്റിയുടെ ഭാഗത്ത് ഇടുന്നത് നന്നായിരിക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കാലും നമുക്ക് മുഖം പോലെ തന്നെ നമുക്ക് നന്നായിട്ട് വെക്കാൻ സാധിക്കും. കാരണം കാല് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ അതിലും കൂടും. നമ്മൾ ഒരാളെ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ കാലിൽ നല്ല ഭംഗിയായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മളിൽ തന്നെ നമുക്കൊരു അഭിമാനം തോന്നും. നമ്മുടെ കാലുകളും അതുപോലെ തന്നെ നമ്മൾ സൂക്ഷിക്കണം. നമ്മളത് വേണ്ട. ചിലവരുണ്ട് ഫേസ് ചിലപ്പോൾ പാർലറിൽ കണ്ടിട്ടുണ്ട് ഫേഷ്യൽ മാത്രം വന്ന് ചെയ്യും. അങ്ങനെയല്ല, പെഡിക്യൂറും അത് അത്യാവശ്യമാണ്. വീട്ടിൽ ചെയ്യാൻ സാധിച്ചില്ലേ ഒരു പാർലറിലെങ്കിലും വല്ലപ്പോഴും എങ്കിലും പോയി ചെയ്യണം. പാർലറിൽ ചെയ്തിട്ട് നമുക്ക് വീട്ടിലും കൂടി ഇത് ശ്രദ്ധിക്കുമ്പോൾ കാലും നമുക്ക് മനോഹരമാക്കി വയ്ക്കാൻ സാധിക്കും.